സവർക്കറുടെ ചോദ്യത്തിൻ്റെ പ്രശ്നം ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സവർക്കർക്ക് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല. ചോദ്യം ഉണ്ടാക്കിയിട്ടുള്ള അധ്യാപകന് ഈ പറയുന്ന സംഘപരിവാരവുമായിട്ട് ബന്ധപ്പെട്ട ആശയത്തിൻ്റെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടൊരു ചോദ്യം തന്നെയാണിത്. ആ ചോദ്യം ഇപ്പോഴ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ UDF ഗവൺമെൻറ് അതിനെ തള്ളിപ്പറഞ്ഞ് മുമ്പോട്ടേക്ക് പോകാൻ തയ്യാറില്ല. ഒരധ്യാപകനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം കാര്യങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രശ്നം യഥാർത്ഥത്തിൽ ഉയർന്നു വരുന്നത് ചോദ്യവും ചോദ്യത്തിന് കൊടുത്ത ഉത്തരവുമാണ്. ഈ കാസർഗോഡ് ജില്ലയിലാണ് ഉണ്ടായത്. കാസർഗോഡ് ജില്ലയിലാണ് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി 4 സ്വാതന്ത്ര്യ സേനാനികൾ തൂക്കുമരത്തേറിയത്. ഏറ്റവും കൂടുതൽ ത്യാഗം ജയിലിൽ മാത്രമല്ലല്ലോ, അതിനപ്പുറം ത്യാഗമില്ലല്ലോ. അപ്പുവും ചിരുകണ്ഠനും 2 സഖാക്കൾ, കുഞ്ഞമ്പു നായരും അബൂബക്കറും 4 സഖാക്കൾ. ഈ 4 സഖാക്കളെയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിക്കൊല്ലുക ചെയ്തേ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പോരാട്ടത്തിലാണ്. 1940 മുതൽ അങ്ങോട്ടുള്ള അതിശക്തമത്തായ സമരവും പ്രക്ഷോഭവും ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഉയർന്നു വന്നത്. അങ്ങനെയൊരു ജില്ലയിൽ തികച്ചും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനെതിരായിട്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നിലകൊണ്ട ഒരാളുടെ ഉത്തരമായിട്ട് കൊടുക്കുന്ന നില എങ്ങനെയാണ് വന്നത്? സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗം ഭഗവത് സിംഗിനെ പോലെയുള്ള, രാജഗുരുവിനെ പോലെയുള്ള ആളുകളില്ലേ? ഞാൻ നേരത്തെ പോലെ അപ്പുവും ചിരുവണ്ടനും ഇല്ലേ? ഇവരെക്കാളും വലിയ ത്യാഗമാണോ ജയിലിൽ കിടന്നത്? ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ത്യാഗം എന്താ? സ്വന്തം ജീവിതം തന്നെ സമർപ്പിക്കലല്ലേ? ആ സ്വന്തം ജീവിതം തന്നെ സമർപ്പിച്ച് 4 ആളുള്ള നാടല്ലേ ഈ പറയുന്ന ഇപ്പോഴത്തെ അന്നത്തെ കണ്ണൂർ ജില്ലയായിരുന്നു ഇപ്പോഴത്തെ കാസർഗോഡ് ജില്ല. അവിടെയാണ് ഈ കിസിൻ്റെ ചോദ്യം ചോദിക്കുന്നത്. എന്നിട്ടാണ് തെറ്റായ ഉത്തരം പറയുന്നത്. അപ്പോൾ ശരിയല്ലാത്ത സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യം യാതൊരു സംശയമില്ലാതെ തന്നെ പറയാൻ കഴിയുന്നതാണ്. വളരെ ഗൗരവമുള്ള വേറൊരു പ്രശ്നമാണ് ജീവനക്കാരുടെ അന്യായമായ സ്ഥലമാറ്റം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥലം മാറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ ഭൂരിപക്ഷം കിട്ടി 12 മണിയാകുമ്പോഴാണല്ലോ അറിഞ്ഞത്. ആ ഭൂരിപക്ഷം കിട്ടി എന്ന് പറയുന്ന ആ നിമിഷം മുതൽ NGO അസോസിയേഷൻ്റെ നേതാക്കന്മാർ പേരെഴുതി കൊടുത്ത് ഇന്ന ആളുകളെ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ യാതൊരു മടിയുമില്ലാതെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇന്നയാളുടെ അഭ്യർത്ഥനയനുസരിച്ച് ഇന്ന ആളുകളെ മാറ്റിയിരിക്കുന്നു എന്ന് അന്ന് ഓർഡർ ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ ഭരണമൊന്നും വന്നില്ല, ഗവൺമെൻറ് രൂപീകരിച്ചിട്ടില്ല. ഭൂരിപക്ഷം കിട്ടി എന്ന് പറയുന്ന 12 മണിക്ക് അന്ന് ഓർഡർ ഉണ്ടാക്കിയിട്ട് കൊടുത്തതാണ് ഇവിടുത്തെ സ്ഥിതി. ശരിയായ രീതിയിൽ ഓൺലൈൻ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്ഫർ ഉൾപ്പെടെ കൈകാര്യം ചെയ്തു പോകുന്നതായിരുന്നു കേരളത്തിൻ്റെ സാധാരണ നിലയിലുള്ള സ്ഥിതി. അത് മാറ്റി യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞാൽ സ്ഥലം മാറ്റിക്കളയും, കാത്തിരുന്നോ. അതാണ് മുഖ്യമന്ത്രിയുടെ താക്കീത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഒരു പൊതുസമ്മേളനത്തിൽ പരസ്യമായിട്ട് സ്ഥലം മാറ്റും എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്. ആ ഒരു അഹന്തയിലാണ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ തണലിൽ തികച്ചും അന്യായമായ രീതിയിലുള്ള സ്ഥലമാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഈ സ്ഥലമാറ്റ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ചിലർ ആത്മഹത്യ ചെയ്തു, ചിലർ കുഴഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോഴും ചിലർ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. കാസർഗോഡ് ഒരു ജീവനക്കാരി, കലക്ടറേറ്റിൽ ഉണ്ടായിരുന്ന ജീവനക്കാരി യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് പോയി. കണ്ണൂരിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ അവിടെ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുന്ന സ്ഥിതിയുണ്ടായി. ദീപാലേഖ എന്ന് പറയുന്ന സ്ത്രീ, ആശാലത എന്ന് പറയുന്ന സ്ത്രീയാണ് കലക്ടറേറ്റിൽ കാസർഗോഡ് ആത്മഹത്യ ചെയ്തത്.